അപ്പൊ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാം. ഞങ്ങൾ ദുബായിലേക്കുള്ള യാത്രകൾ തുടങ്ങിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങിയാണ്. ബൈ, അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ഗൈസ്. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പാലമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് കരുനാഗപ്പള്ളിക്ക് വിടാം. കം ബാക്ക്. നമ്മൾ തിരുമ്പി വരുമോ അല്ലേ? ഓൺ ടൈമിലെത്തോ? അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. മുത്തപ്പ ഉണ്ട് കൂടെ, പിന്നെ നമ്മുടെ ബെഡാദോസ് ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേര്. പോയി ഉമ്മാരുമായിട്ട് കറങ്ങി അടിച്ചിട്ട് ഇതെല്ലാം കണ്ടേച്ചൊക്കെ വരായിരുന്നു. ഉമ്മാര് നടന്നെല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്ക് അജി. അതെ. അപ്പം മുത്തുമാക്ക് നമ്മുടെ കൂടെ വന്നായിരുന്നെങ്കിൽ അവിടെ വൈബാവാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ വലിയ ഭാഗ്യം കൊണ്ടാണ് മൂത്തുമാ ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ വലിയ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. വഴി വെച്ച് നമ്മൾ അനീഷിനെ കണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഗൈസ് നമ്മള് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരിക്കും. നമ്മള് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അജ്മലജി ഡ്രൈവിംഗ് സീറ്റ് മേടിച്ചിട്ടുണ്ട്. പുറത്ത് വിടാണ്. ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ പൈസ കൊടുക്കുന്നുണ്ട്. ഹായ് പറഞ്ഞു കൊണ്ട് നോക്കി. നമ്മള് തിരുവനന്തപുരം എത്താറായിട്ടുണ്ട്. ലുമാളിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. റോഡ് വലിയ തിരക്കൊന്നുമില്ല, നൈസായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം ദുബായ് കണ്ടിട്ടില്ലാത്ത ഒരാളുടെ എല്ലാ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ദുബായ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. ടെൻഷനിലായിരുന്നു നമുക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റുമെന്ന്. പക്ഷെ നമ്മുടെ ബ്രോയുടെ പ്രഡിക്ഷൻ പക്കായിരുന്നു. ഓൺ ടൈമിൽ എത്തിയത് 10:30 എന്ന് പറഞ്ഞാൽ 10:30. ആള് തിരിഞ്ഞിരുന്നാലും പറഞ്ഞത് പക്കായിരുന്നു കേട്ടോ. 10:30. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് കയറുകയാണ്. ഇവിടെ നമ്മൾ ഗേറ്റ് പാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. എയർപോർട്ട് അടുക്കും തോറും നമുക്ക് ആ ഒരു ടെൻഷനും എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്തായാലും പോകുന്നു, മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാരെ കൊണ്ടുവിടാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാൻ കയറി പോകുന്നൊരു സംഭവം. അപ്പോൾ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി കാഴ്ചകളിലും ആ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ഫൈനലി നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന മുത്തപ്പൻ പൈസ എടുക്കുകയാണ്. താങ്ക് യു. അപ്പോൾ അവരോടുള്ള പ്രത്യേകമായി അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോസ് ഇവിടുന്ന് കണ്ടോ ദുബായിൽ കാണാം. എനിക്കറിയില്ല. നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട്. അടുത്ത ബോർഡിംഗ് പാസ് വേണ്ടി പോവാണ്. ബോർഡിംഗ് പാസ് എടുക്കുകയാണ്. ബോർഡിംഗ് പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബോർഡിംഗ് പാസ് റെഡി ആയിട്ടുണ്ട്. എനിവേ താങ്ക് യു മിസ് മീനു. ഓ താങ്ക് യു. എല്ലാം വളരെ പെട്ടെന്ന് നമ്മൾ ദുബൈയിലേക്ക് പോവുകയാണ്. ചെറിയ പ്രോഗ്രാമാണ്. നമുക്ക് നേരത്തെ തീരുമാനിച്ച നല്ല പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മൾ ദുബൈ കാണും. കുറച്ച് ദിവസം കരുനാഗപ്പള്ളി നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ ദുബൈയിലെല്ലാം മെസ്സായിട്ട് കാണാം, പൊളിക്കാം. അപ്പോൾ നമ്മളെ പിന്തുണച്ചവർക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസം ദുബൈയിലേക്ക് കയറിയിട്ടുണ്ടാവും. കരുനാഗപ്പള്ളിക്കാരെ മിസ്സാക്കണ്ട, നമ്മൾ ഉടനെ തിരിച്ചു വരും കേട്ടോ. ഓക്കെ, ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഇതുവരെ ദുബായ് കണ്ടിട്ടില്ല. ദുബായ് എന്നല്ല, ഇതുവരെ ഞാൻ എൻ്റെ പാസ്പോർട്ട് പോലും ഒരു വര പോലും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു പുതിയ രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പറന്നുയരുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി വരാം. ചെറിയ കുലുക്കൊക്കെ ആയിട്ട് യാത്ര എൻജോയ് ചെയ്തപ്പോഴാണ് നമ്മുടെ വയറ് കത്തിയത്. വയറ് കത്തിയപ്പോഴത്തേക്ക് ഒരു സാധനം വാങ്ങി 800 രൂപ. 1 രൂപയ്ക്ക് കൊള്ളില്ല. പിന്നെ വിശപ്പടക്കണ്ടേ. അങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ പകല് പോലെ കത്തി നിൽക്കുന്ന രീതിയിൽ ഭയങ്കരമായ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രകാശമായിട്ടുള്ള ആ നഗരം നമ്മൾ കാണുമായിരുന്നു. നമുക്ക് ദുബൈയിലേക്കുള്ള ലാൻഡിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ ലാൻഡ് ചെയ്യുന്നു. ദുബൈയിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഇൻഡിഗോയിലാണ് നമ്മൾ വന്നത്. ഫൈനലി നമ്മളങ്ങനെ ഷാർജ എത്തിയിരിക്കുകയാണ്. എങ്ങനെ യാത്ര ഉണ്ടായിരുന്നു? അതാണ് സെറ്റ്. ഷാർജ എയർപോർട്ട് എന്തോരം ലാംഗ്വേജുകളാണ് നോക്കി കണ്ടോ. മലിംഗായം പക്ഡിറ്റിംഗ് ആർക്കറിയാം. ഇതിനിടയ്ക്ക് ഞാൻ സ്വാഗതം കണ്ടു. എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ പെട്ടിക്ക് പോയി. പെട്ടി നോക്കി നിന്ന് കുഴഞ്ഞു. അജ്മലജിയുടെ പെട്ടി നേരത്തെ എത്തി. എൻ്റെ പെട്ടി കിട്ടിയില്ല. പെട്ടി കിട്ടിയിട്ടില്ല. ചെറിയ പെട്ടിയാണ് നോക്കി. പിന്നെ നമ്മളിങ്ങനെ മാറിയൊരു പെട്ടി എടുത്ത് വീണ്ടും തിരിച്ചേറ്റി വിട്ടു. അവസാനം നമ്മുടെ പെട്ടി കിട്ടി. ഇനി വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. യെസ്, ഹലോ.
നമ്മുടെ ചെറുക്കൻ നമ്മളെ ഫസ്റ്റ് ദുബായിൽ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അയ്യോ ലൈവില് പറഞ്ഞു അതാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. ഫോട്ടോ എടുക്കാം. ഫൈനലി നമ്മൾ ദുബായ് എത്തിയിട്ടുണ്ട്. ദുബായിലുള്ളവരൊക്കെ മെസ്സേജ് അയക്കുക, നമുക്ക് കാണാം കേട്ടോ. നമ്മൾ അറേബ്യൻ മണ്ണിൽ എത്തിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടേ പോരെ. നമ്മള് ഷാർജ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഷാർജ എയർപോർട്ടിൽ വന്ന് കണ്ണു തള്ളി പുറത്തിങ്ങനെ നോക്കി നിന്നപ്പോ എവിടെ ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന ആ അദ്ദേഹം എവിടെ എന്ന് നോക്കി നിന്നപ്പോ ഞങ്ങൾക്ക് ഒരു ദൈവവിളി വന്ന പോലെ, ഒരു ദൈവസ്പർശം വന്ന പോലെ വന്നു ഞങ്ങളുടെ സ്വന്തം ഡ്രൈവർ സ്പൽബർഗ്. ഒരു ഹായ് പറയൂ. സ്പൽബർഗ് ഹായ്. അപ്പൊ അറബ് മണ്ണി കാലുകുത്തിയിട്ടുണ്ട്. ഇനി കാഴ്ചകൾ കാണാം, വീഡിയോകൾ കാണാം. കാത്തിരിക്കൂ. ബൈ.